ജീവിതത്തില് ഇന്നേ വരെ യാതൊരു പ്രലോഭനവും നേരിട്ടില്ലാത്ത ആരെങ്കിലും ഈ വിശ്വാസത്തിലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നായകനും ഗുരുവുമായ യേശു ക്രിസ്തുവിന് പോലും നമുക്കറിയാം, അദ്ദേഹം ഭൂമിയിലായിരുന്നപ്പോൾ പിശാചിൽ നിന്ന് 3 പ്രാവശ്യം പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നമുക്കറിയാം. അപ്പൊ യേശുവിന് പോലും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപൂർണരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര അധികം പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ യേശുവിനെ പോലെ നമുക്കും ഈ പ്രലോഭനങ്ങളെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രസംഗത്തിലൂടെ ഹ്രസ്വമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങൾ വരുമ്പോൾ നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു വിധം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ബലഹീനതകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപൂർണ മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബലഹീന വശങ്ങൾ ഉണ്ടാകും, അല്ലെ? അപ്പോൾ എന്റെ ബലഹീന വശം എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ ബലഹീന വശത്തെ ആക്രമിക്കാൻ, കീഴടക്കാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് അതിനെ ചെറുക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ എലിപ്പെട്ടിയിൽ അകപ്പെട്ട എലിയെ പോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. സൗരങ്ങൾ എലിപ്പെട്ടി കണ്ടിട്ടുണ്ടായിരിക്കും. എലിപ്പെട്ടിയുടെ ഒരു വശം ഇങ്ങനെ തുറന്നിരിക്കും, അതിനകത്തൊരു കൊളുത്തുണ്ടാവും. ആ കൊളുത്തില് ഒരു കഷണം തേങ്ങയുടെ മുറിയോ എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പെട്ടി രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൈഡിൽ കൊണ്ടുവയ്ക്കും, ഒരു മൂലയ്ക്ക് കൊണ്ടുവയ്ക്കും. എലി രാത്രി ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ വരും. എലിപ്പെട്ടിക്കകത്ത് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കാണുന്നുണ്ട്. പതുക്കെ അടുത്തേക്ക് വരും, ഒന്നും സംഭവിക്കുന്നില്ല. പെട്ടിക്കകത്തേക്ക് വലിഞ്ഞു കയറും, ഒന്നും സംഭവിക്കുന്നില്ല. തൂക്കിയിട്ടിരിക്കുന്ന ആ കൊളുത്തിന് അടുത്ത് വരെ എത്തി, ഒന്നും സംഭവിക്കുന്നില്ല. പതുക്കെ ഒന്ന് കടിക്കും, എന്നൊരു ശബ്ദം കേൾക്കും. പിന്നെ കീ 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 എന്നുള്ള നിലവിളി ശബ്ദവും കേൾക്കും. അപ്പോഴേക്കും ആളുകളൊക്കെ ഓടിക്കൂടും. എലിപ്പെട്ടിയുടെ അകത്ത് നിന്ന് എലിയെ പുറത്തെടുക്കും. ഒന്നുകിൽ എലിയെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലും, അതും അല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടും. എന്തായാലും മരണം ഉറപ്പാണ്. ഇതുപോലൊരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനെ ആക്രമിക്കാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങളെ മുൻകൂട്ടി കാണുകയും ചെയ്യണം. അതിനെ ചെറുക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഒരു വിധം. രണ്ടാമത്തെ വിധം മോശമായ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളെയും പ്രലോഭനത്തിൽ അകപ്പെടുത്തുന്നത് മോശമായ കൂട്ടുകെട്ടുകളാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ പറയുന്നത്, ചീത്ത സഹവാസം പ്രയോജനപ്രദമായ ശീലങ്ങളെ പാഴാക്കുന്നു എന്നാണ്. വളരെ ശരിയാണ്, അല്ലെ? ഒരുപക്ഷെ സഹോദരങ്ങൾ ഈ ഒരു ചൊല്ല് കേട്ടിരിക്കാം, നിന്റെ കൂട്ടുകാരാരാണെന്ന് നീ എന്നോട് പറ, നീ ആരാണെന്ന് ഞാൻ നിന്നോട് പറയാം. അപ്പൊ നമ്മളെ ഒരു അളവ് വരെ സ്വാധീനിക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് സാധിക്കും. അതുകൊണ്ട് എന്റെ കൂട്ടുകാരാരാണ്? ദൈവിക നിലവാരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണോ എന്റെ കൂട്ടുകാർ? സ്വയം പരിശോധിക്കുക. കൂട്ടുകാർ മാത്രമല്ല, നമ്മൾ വായിക്കുന്ന പുസ്തകം, നമ്മൾ കേൾക്കുന്ന സംഗീതം, നമ്മൾ കാണുന്ന ചലച്ചിത്രം, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ മോശമായ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുന്നത് പ്രലോഭനത്തെ ചെറുത്ത് നിൽക്കാൻ നമ്മളെ സഹായിക്കും. ഇനി നമ്മളെ സഹായിക്കുന്ന മൂന്നാമത്തെ വിധം എന്ന് പറയുന്നത് നല്ല നിയന്ത്രണം ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ചില ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ട്, അല്ലെ? ബസ്സൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർ. നമ്മൾ പറയും അദ്ദേഹത്തിന് ഭയങ്കര കൺട്രോളാണ്, വണ്ടി കുറച്ച് സ്പീഡിലൊക്കെ ഓടിക്കും, പക്ഷെ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി അവിടെ നിൽക്കും. ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ മേൽ, നമ്മുടെ ചിന്തയുടെ മേൽ, നമ്മുടെ വികാരത്തിന്റെ മേൽ ഒരു കൺട്രോൾ, ഒരു കടിഞ്ഞാൺ നമുക്കുണ്ടോ? നമുക്ക് സ്വയം പരിശോധിക്കാൻ സാധിക്കും. അതോ മറ്റൊരാൾ റിമോട്ട് പുതുക്കുമ്പോ ആടുന്ന ഒരു കളിപ്പാട്ടം പോലെയാണോ നമ്മൾ? അങ്ങനെ ആയിരിക്കരുത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മേലുള്ള ഫുൾ കൺട്രോൾ നമുക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കൺട്രോൾ കിട്ടുന്നില്ല, എന്ത് ചെയ്യാൻ കഴിയും? അപ്പോസ്തലനായ പൗലോസ് നമുക്കൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. ദയവായി എല്ലാ സഹോദരങ്ങൾക്കും ആ വാക്യം പരിശോധിക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ബൈബിൾ തുറക്കാം. 1 കൊരിന്ത്യർ 9:27. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? എങ്കിലും ഞാൻ എന്റെ ശരീരത്തെ ഇടിച്ചിടിച്ച് ഒരു അടിമയെ പോലെ കൊണ്ടു നടക്കുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഒടുവിൽ ഞാൻ തന്നെ ഏതെങ്കിലും വിധത്തിൽ അയോഗ്യനായി പോകരുതല്ലോ. ആദ്യ ഭാഗം ശ്രദ്ധിക്കുക. പൗലോസ് അപ്പോസ്തലൻ എന്താണ് ചെയ്യുന്നത്? എന്റെ ശരീരത്തെ ഇടിച്ചിടിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇടിച്ചിടിച്ച് എന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന്റെ ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് പമ്മൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പമ്മൽ എന്ന വാക്കിന്റെ അർത്ഥം കണ്ണിന് താഴെ കൊടുക്കുന്ന ശക്തമായ ഇടിയാണ്. ഈ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് കണ്ണിന് താഴെ ഇടിക്കും, ശക്തമായിട്ട് ഇടിക്കും. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ ഇടിക്കാനല്ല പറയുന്നത്, അത്തരത്തിൽ കഠിനമായ ഒരു ശ്രമം, ഒരു പോരാട്ടം നമ്മൾ നടത്തി വരുതിയിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് ഈ പ്രലോഭനത്തെ മറികടക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയണമെന്നില്ല. അവിടെയാണ് 4-ാമത്തെ പോയിന്റ്. ദൈവത്തിലുള്ള എന്റെ വിശ്വാസത്തെ കുറിച്ച് പരിശോധിക്കുക. യഹോവയുമായിട്ടുള്ള എന്റെ ബന്ധം എങ്ങനെയാണ്? എത്രത്തോളം ശക്തമാണ്? യഹോവയിലുള്ള നമ്മുടെ വിശ്വാസം എത്ര അധികം ശക്തമാണോ അത്ര അധികം നമുക്ക് ഈ പ്രലോഭനത്തെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. അപ്പൊ ഈ 4 കാര്യങ്ങൾ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. 1, നമ്മുടെ തന്നെ ബലഹീന വശങ്ങൾ മനസ്സിലാക്കുക, അതിനെതിരെ വരാനുള്ള
പ്രലോഭനങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് ചെറുക്കുക. 2 മോശമായ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുക. 3 നല്ല നിയന്ത്രണം ഉള്ളവരായിരിക്കുക. 4 യഹോവയിലുള്ള നമ്മുടെ വിശ്വാസം ശക്തമാക്കുക. ഈ 4 വിധങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വരാനിരിക്കുന്ന ഏത് പ്രലോഭനത്തെയും നമുക്ക് ചെറുത്ത് നിൽക്കാം. അങ്ങനെ ചെറുത്ത് നിന്നുകൊണ്ട് നമുക്ക് യഹോവയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം. ഘോഷ സാറിന് വളരെ നന്ദി പറയുന്നു. നല്ല ഊർജ്ജസ്വലതയുടെ ഉത്സാഹത്തോടെ ആ പ്രസംഗം പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം നല്ല നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി സാറ് നന്നായി ആ വിഷയം അവതരിപ്പിച്ചു. സാറിന്റെ പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആശയം നല്ല ഉപസംഹാരം. സാറിന്റെ പ്രസംഗം നിർത്തിയത് നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ? നമുക്ക് എങ്ങനെ പ്രലോഭനങ്ങളെ ചെറുക്കാം, അതിന്റെ ഒരു കൺക്ലൂഷനാണ് അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. എന്താണ് നല്ല ഉപസംഹാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? പഠിച്ച കാര്യങ്ങൾ അംഗീകരിക്കാനും അവ പ്രാവർത്തികമാക്കാനും ആളുകളെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം ഒടുവിൽ പറയുന്ന വാക്കുകൾ. മാത്രമല്ല അത് ലളിതമായിരിക്കണം, പുതുതായിട്ടൊന്നും ഉൾപ്പെടുത്താനും പാടില്ല. മറിച്ച് എന്താണോ അതുവരെ ചർച്ച ചെയ്തു വന്നത്, അതിൽ എന്താണ് സദസ്സ് ബാധകമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതേക്കുറിച്ചാണ് പറയേണ്ടത്. സോറൻ ആ ആശയങ്ങൾ വളരെ വ്യക്തമായ ഉപസംഹാരത്തിൽ ഉൾപ്പെടുത്തി. സോറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മളിപ്പോൾ നമ്മുടെ